മോർണിംഗ്. നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് എടുക്കാൻ പോണത്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ 23ാമത്തെ ചാപ്റ്ററാണ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ കുറേ സിസ്റ്റംസൊക്കെ പറഞ്ഞു അല്ലേ. ഇനി ആ സിസ്റ്റംസൊക്കെ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ വർക്ക് ആവണത് അതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പോൾ കൺട്രോൾ ചെയ്യാൻ ഈ സിസ്റ്റംസിനെ മുഴുവൻ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. ആരാ കൺട്രോൾ ചെയ്യുക? നമ്മുടെ ബ്രെയിനാണ് കൺട്രോൾ ചെയ്യുക. അപ്പോൾ കൺട്രോൾ എന്ന് പറയുമ്പോൾ അവിടെ നെർവസ് സിസ്റ്റമാണ് വരുന്നത്. ഇനി കോർഡിനേഷൻ, ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ ബ്രെയിൻ അവിടെ ഇരുന്ന് കാര്യങ്ങൾ പറയുള്ളൂ. അത് ബോഡി മുഴുവനും എത്തി കാര്യങ്ങൾ അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നവരാണ് ഹോർമോൺസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് എൻഡോക്രൈൻ സിസ്റ്റം. അപ്പോൾ ഇങ്ങനെ രണ്ട് സിസ്റ്റങ്ങൾ, നെർവസ് സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവും കൂടിയിട്ടാണ് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അപ്പം നെർവസ് സിസ്റ്റം നോക്കാം, കൺട്രോൾ തന്നെ നോക്കാം. നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന് 2 പാർട്ടാണുള്ളത്. നമ്മൾ പേജ് നമ്പർ 148 ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്, അത് മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കണം കേട്ടോ. സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ബ്രെയിനും സ്പൈനൽ കോഡും, സുഷുമ്ന എന്ന് പറയണത് ബ്രെയിനും സ്പൈനൽ കോഡാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. പെരിഫറൽ എന്ന് പറയുമ്പോൾ എന്താണ്? അതിനെ ഹെൽപ്പ് ചെയ്യുന്നവർ അല്ലെങ്കിൽ അതിൻ്റെ പാരലായിട്ട് വരുന്നവരാണ് ആര്? പെരിഫറൽ നെർവസ് സിസ്റ്റം. അത് വരുന്നത് സെൻസറി നെർവുകളും മോട്ടോർ നെർവുകളാണ്. സെൻസറി നെർവുകൾ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻസിനെ ഈ ബ്രെയിൻ നെർവസ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുന്നവർ, നെർവസ് സിസ്റ്റത്തിൻ്റെ ഇൻഫോർമേഷൻസ് തിരിച്ചു കൊണ്ടുവരുന്നവരാണ് മോട്ടോർ നെർവുകൾ. ഇനി മോട്ടോർ നെർവുകളിൽ തന്നെ സൊമാറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ഉണ്ട്. സൊമാറ്റിക് ഉണ്ട്, ഓട്ടോണോമിക് ഉണ്ട്. ഇതിൽ ഓട്ടോണോമിക്കിൽ തന്നെ സിമ്പത്തറ്റിക് ഉണ്ട്, പാരാസിമ്പത്തറ്റിക് ഉണ്ട്. സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും പെട്ടെന്ന് നമുക്കൊരു ഷോക്ക് വരാണ്, ആ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് സിമ്പത്തറ്റിക്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോൾ വഴിയിൽ ആരുമില്ല, പെട്ടെന്ന് ഒരു പട്ടി കുറച്ചിങ്ങനെ വരികയാണ്. ആ ടൈമിൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കും? പേടി തോന്നും, നമ്മുടെ കണ്ണൊക്കെ തള്ളിപ്പോവും, വെള്ളം കിട്ടാണ്ടാവും, ഉമിനീര് തൊണ്ടയൊക്കെ വരണ്ട് പോവും, ഹാർട്ട് ബീറ്റ് കൂടും, നമ്മൾ വല്ലാണ്ട് സ്വെറ്റ് ചെയ്യാൻ തുടങ്ങും, ചിലപ്പോൾ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നും. അങ്ങനെ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ആ എന്താ പറയുക ആക്സിഡൻ്റലായിട്ട് വരുന്ന ആ സന്ദർഭങ്ങളിൽ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതാണ് സിമ്പത്തറ്റിക് സിസ്റ്റം. ഇനി ആ ഒരവസ്ഥ കഴിഞ്ഞ് നമ്മൾ ആ ബോഡി ഓവർകം ചെയ്യും അല്ലേ. ആ സിറ്റുവേഷൻ നമ്മൾ ചിലപ്പോൾ അവിടെ ബോധം കെട്ട് വീഴും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സകല ധൈര്യം എടുത്ത് ഒരു കല്ലെടുത്ത് പട്ടിനെ എറിയാൻ നോക്കും, അല്ലെങ്കിൽ നമ്മൾ ഇട്ട് ഓടും. അപ്പോൾ ആ സിറ്റുവേഷൻ കഴിഞ്ഞാൽ നമ്മുടെ ബോഡി റിലാക്സ് ആവും. റിലാക്സ് ആകുമ്പോൾ എന്താണ് ഇപ്പോൾ സംഭവിച്ചതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ സംഭവിക്കും. അതാണ് എന്ത്? പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. അപ്പോൾ ഇതാണ് നമുക്ക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്ലോ ചാർട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ അതിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ബ്രെയിനെ കുറിച്ച് നോക്കാം. ബ്രെയിൻ എവിടെയാണ് കാണുന്നത്? നമ്മുടെ തലയോട്ടി സ്കള്ളിൻ്റെ ഉള്ളിൽ ബ്രെയിൻ ഇരിക്കുന്നത്. ബ്രെയിനെ പൊതിഞ്ഞുകൊണ്ട് 3 ലെയർ കാണാം, 3 ലെയറുള്ള മെംബ്രെയിൻ കാണാം. അതിൻ്റെ പേരാണ് മെനിഞ്ചസ്. ഇനി ആ മെംബ്രെയിൻ്റെ ഉള്ളിൽ ഓരോ ലെയറിനും ഇടയിലും ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അതിൻ്റെ പേരാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഇനി ഈ അപ്പോൾ ഇത്രയും പ്രൊട്ടക്ഷനിലാണ് ബ്രെയിൻ ഇരിക്കുന്നത്. ബ്രെയിനെ മെയിൻലി നമ്മൾ 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ബ്രെയിനെ നമ്മൾ 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്ങേറ്റ. ഇനി സെറിബ്രം എന്ന് പറയുന്നത് ബ്രെയിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് എന്ത്? സെറിബ്രം. 2 പാർട്ടായിട്ടാണ് കാണുന്നത്. ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഉണ്ട്, റൈറ്റ് ഹെമിസ്ഫിയർ ഉണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. സെറിബ്രത്തിൻ്റെ ഔട്ടർ റീജിയനിൽ ഗ്രാ മാറ്ററാണ്, ഇന്നർ റീജിയനിൽ വൈറ്റ് മാറ്ററാണ്. അപ്പോൾ വൈറ്റ് മാറ്ററും ഗ്രാ മാറ്ററും പറയണേക്കാളും മുന്നേ നമ്മൾ നെർവ് സെല്ലിനെ കുറിച്ച് പറയണം. നെർവ് സെല്ലെന്ന് പറയുന്നത് ന്യൂറോണാണ്. ന്യൂറോൺ എന്ന് പറയുന്നത് എന്താണ്? നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഘടകമാണ് ന്യൂറോണ്. നമ്മൾ സെല്ല് തന്നെ ഇപ്പോൾ പല ടൈപ്പ് സെല്ലുകൾ നമ്മുടെ ബോഡിയിലുണ്ട് അല്ലേ. ഇപ്പോൾ സ്കിന്നിൽ കാണുന്ന സെല്ലാവില്ല, ചിലപ്പോൾ നമ്മുടെ ഹെയറിലുണ്ടാവുക, അങ്ങനത്തെ സെല്ലാവില്ല നമ്മുടെ മസിൽസിലുണ്ടാവുക. ഷേപ്പിലും സൈസിലും ഫങ്ഷനിലും ഒക്കെ ഓരോ സെല്ലുകളും ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിൽ കാണപ്പെടുന്ന സെല്ലുകളെയാണ് നമ്മൾ നെർവ് സെല്ലുകൾ അല്ലെങ്കിൽ ന്യൂറോൺസ് എന്ന് പറയാം.
അപ്പോൾ ഈ ന്യൂറോൺ എന്ന് പറയുമ്പോൾ അതിന് ഒരു മെയിൻ പാർട്ട് ഉണ്ടാവും, അതിന് നമ്മൾ സെൽ ബോഡി എന്ന് പറയും. ഈ സെൽ ബോഡിയിൽ നിന്ന് ഒരുപാട് എക്സ്റ്റൻഷൻസ് ഉണ്ടാവും. ആ എക്സ്റ്റൻഷൻസ് അതിലേറ്റവും വലിയ എക്സ്റ്റൻഷനെയാണ് നമ്മൾ ആക്സോൺ എന്ന് പറയാം. ഈ ആക്സോണെ പൊതിഞ്ഞ് സ്പെഷ്യലൈസ്ഡ് സെൽസ് കാണുന്നുണ്ട്, അതിൻ്റെ പേരാണ് ഷ്വാൻ സെൽസ്. ഈ ഷ്വാൻ സെൽസിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഷ്വാൻ സെല്ലുകളെ വലയം ചെയ്തുകൊണ്ട് മയലിൻ ഷീത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ മയലിനടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട്, അതിങ്ങനെ റൗണ്ട് ആയിട്ട് അവരെ വലയം ചെയ്ത് കാണുന്നുണ്ട്. അതിനെയാണ് മയലിൻ ഷീത്ത് എന്ന് പറയാം. ഈ മയലിൻ ഷീത്ത് ഉള്ള ന്യൂറോൺസ് ഉണ്ടാവും, അത് ഇല്ലാത്ത ന്യൂറോൺസ് ഉണ്ടാവും. മയലിൻ ഷീത്ത് ഉള്ള ന്യൂറോണുകൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം അതിനെയാണ് എന്ത് പറയുക, വൈറ്റ് മാറ്റർ എന്ന് പറയാം. മയലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോണുകൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്തിനെയാണ് ഗ്രേ മാറ്റർ എന്ന് പറയാം. ഈ മയലിൻ ഷീത്ത് ഉണ്ട് ഇല്ല എന്നുള്ളതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോങ്ങസ്റ്റ് എക്സ്റ്റൻഷൻസിൽ മാത്രമാണ് എന്തുള്ളൂ, മയലിൻ ഷീത്ത് ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയാണെന്ന് നോക്കിയാൽ അതൊരു പേന, ഇത് പേനയുടെ മൂടി, ഇതാണ് അതിൻ്റെ ഹെഡ്, അതാണ് സെൽ ബോഡി. ഈ സെൽ ബോഡിയിൽ നിന്ന് പല എക്സ്റ്റൻഷൻസ് ഉണ്ട്, ലോങ്ങസ്റ്റ് എക്സ്റ്റൻഷനാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ സെറിബ്രത്തിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തല അല്ലെങ്കിൽ ഈ പേനയുടെ മൂടി ഉണ്ടല്ലോ, അത് പുറത്തേക്കായിട്ട് ഈ സെല്ലുകൾ ഇവിടേക്കായിരിക്കുക. ഈ മൂടി തലഭാഗം പുറത്തേക്കായിട്ടും ഈ ലോങ്ങസ്റ്റ് എക്സ്റ്റൻഷൻ ഈ സെറിബ്രത്തിൻ്റെ അകത്തേക്കായിട്ടാണ് ഇരിക്കുക. അപ്പോൾ നോക്കിയേ എവിടെയാണ് മയലിൻ ഷീത്ത് ഉള്ളത്, ഈ ലോങ്ങസ്റ്റ് എക്സ്റ്റൻഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ വൈറ്റ് മാറ്റർ. ഇനി ഈ തലഭാഗത്ത് എന്തില്ല, മയലിൻ ഷീത്ത് ഇല്ല, അപ്പോൾ അതുകൊണ്ട് അതിനെ ഗ്രേ മാറ്റർ എന്ന് പറയും. അപ്പോൾ മയലിൻ ഷീത്ത് ഉള്ള ന്യൂറോണുകൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം, അതായത് ലോങ്ങസ്റ്റ് എക്സ്റ്റൻഷൻ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് എന്ത്, വൈറ്റ് മാറ്റർ. മയലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോണുകൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ. അപ്പോൾ സെറിബ്രത്തിൽ എങ്ങനെയാണ്, ഇന്നർ റീജിയനിൽ വൈറ്റ് മാറ്ററും ഔട്ടർ റീജിയൻ ഇത് നമ്മുടെ ചിന്ത, ബുദ്ധി, ഓർമ്മ, ഇൻ്റലിജൻസ്, അങ്ങനെയുള്ള നമ്മുടെ വോളണ്ടറി ആക്ടിവിറ്റീസ് ഇതൊക്കെ ആരാണ് കൺട്രോൾ ചെയ്യണത്, സെറിബ്രമാണ് കൺട്രോൾ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് നോക്കാം. സെറിബ്രം എന്ന് പറയുമ്പോൾ കൺട്രോൾ അവർ വില്ല്, ഇമോഷൻസ്, സ്പീച്ച്, കൺട്രോൾ ഫീലിങ്സ് ഓഫ് ലവ്, കൺട്രോൾ ഇൻവോളണ്ടറി ഫങ്ഷൻസ് ഇൻവോളണ്ടറി ഫങ്ഷൻസ് ആണ് കേട്ടോ. ഇനി അതേപോലെ തന്നെ നമ്മുടെ തിങ്കിങ്, റീസണിങ്, ലേണിങ്, അതിൻ്റെയൊക്കെ ഭാഗം, ഇൻ്റലിജൻസിൻ്റെയൊക്കെ ഭാഗം എവിടെയാണ്, സെറിബ്രമാണ്. രണ്ടാമത്തെ റീജിയനാണ് സെറിബെല്ലം. സെറിബെല്ലം എന്ന് പറയുന്നത് സെറിബ്രത്തിന് തൊട്ട് പിന്നിലായിട്ടാണ് കാണപ്പെടുക. സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ, അതിനെയാണ് സെറിബ്രം എന്ന് പറയാം, സെറിബെല്ലം എന്ന് പറയാം. സെറിബെല്ലത്തിന് 2 ഫങ്ഷൻസാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ബോഡി ബാലൻസിങ്, പിന്നെ നമ്മുടെ മസ്കുലാർ മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യാം. ഇതൊക്കെ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഇക്ലിബ്രിയം കൺട്രോൾ ചെയ്യുക, നമ്മുടെ ബോഡി ബാലൻസിങ്, നമ്മുടെ ബോഡിയുടെ ഇക്ലിബ്രിയം കൺട്രോൾ ചെയ്യുക, പിന്നെ മസ്കുലാർ ആക്ടിവിറ്റീസ്, ഇത് രണ്ടും കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആര്, സെറിബെല്ലം. നെക്സ്റ്റ് റീജിയൻ, അതായത് സെറിബെല്ലത്തിനും താഴെയാണ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ പറയുക. മെഡുല്ല ഒബ്ലോങ്ങേറ്റ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും കണക്ട് ചെയ്യുന്ന ഭാഗമാണ്. നമ്മുടെ വൈറ്റൽ ആക്ഷൻസ്, അതായത് നമ്മൾ ശ്വസിക്കുക, അതേപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ്, അതേപോലെയുള്ള റെസ്പിറേറ്ററി ആക്ടിവിറ്റീസ്, വിഴുങ്ങുമ്പോൾ, തുമ്മുമ്പോൾ, അങ്ങനെയുള്ള അതായത് നമ്മുടെ ജീവൻ എപ്പോൾ വേണമെങ്കിലും പോകാമെന്നുള്ളൊരവസ്ഥ ഉണ്ടാവില്ലേ, എന്താണോ ജീവൻ നിലനിർത്തുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെ മുഴുവനും കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലോങ്ങേറ്റയാണ്. അതുകൊണ്ടാണ് തലയൊക്കെ അടിച്ച് വീഴുമ്പോൾ മെഡുല്ല ഒബ്ലോങ്ങേറ്റയ്ക്ക് ക്ഷതം പറ്റിക്കഴിഞ്ഞാൽ ആൾ സ്പോട്ടിൽ മരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബ്രെയിനിൻ്റെ പാർട്സുകൾ, അവരുടെ ഫങ്ഷൻസും. ഇനി സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ നട്ടലിൻ്റെ ഉള്ളിൽ ഒരു നൂല് പോലെ കാണപ്പെടുന്ന ഭാഗമാണ് സ്പൈനൽ കോഡ്. ആ സ്പൈനൽ കോഡിൻ്റെ ഉള്ളിലും എന്തുണ്ട്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രെയിനിലാണെങ്കിൽ 3 ലെയർ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ. അതേ ഫങ്ഷൻസ് തന്നെയാണ് എവിടെയുള്ളത്, സ്പൈനൽ കോഡിലുള്ളത്. അത് കൂടാണ്ട് സ്പൈനൽ കോഡിന് വേണ്ട ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡാണ്. വേറെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് കണ്ടെയ്ൻസ് റിഫ്ലെക്സ് ആക്ഷൻസ്,
അതേപോലെ തന്നെ സെൻസറി ഇമ്പൾസ് ഫ്രം ദ സ്കിൻ ആൻഡ് മസിൽസ് ടു ദി ബ്രെയിൻ. ഒന്ന് നമ്മുടെ റിഫ്ലക്സ് ആക്ഷൻസ്, നമ്മൾ പെട്ടെന്ന് നമ്മുടെ കൈയൊന്ന് തീയിൽ തൊട്ടു, നമ്മൾ പെട്ടെന്ന് വലിക്കും അല്ലേ. അങ്ങനെയുള്ള ആക്ഷൻസിനെയാണ് നമ്മൾ എന്താ പറയുക, പെട്ടെന്ന് ഉണ്ടാകുന്ന റെസ്പോൺസിനെയാണ് നമ്മൾ റിഫ്ലക്സ് ആക്ഷൻസ് എന്ന് പറയുക. അത് കൺട്രോൾ ചെയ്യണത് സ്പൈനൽ കോഡാണ്. അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ നിന്നൊക്കെ വരുന്ന സെൻസറി ഇമ്പൾസുകൾ അത് ബ്രെയിനിന് കൈമാറ്റം ചെയ്യുന്നത് സ്പൈനൽ കോഡാണ്. അതേപോലെ തന്നെ ബ്രെയിൻ കൊടുക്കുന്ന മറുപടികൾ തിരിച്ച് ബോഡിയിലുള്ള പല പാർട്ടുകളിലേക്ക് കൊണ്ടുപോകുന്നതും സ്പൈനൽ കോഡാണ്. അപ്പോൾ ഇതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ 2 പാർട്ടുകൾ, എന്താ പറയുക, ബ്രെയിനും സ്പൈനൽ കോഡും. ഇനി നെർവുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 ടൈപ്പ് നെർവുകളാണുള്ളത്. സെൻസറി നെർവ്, മോട്ടോർ നെർവ്, അതേപോലെ തന്നെ സെൻസറി നെർവും മോട്ടോർ നെർവും മെയിനായിട്ടുള്ളത്. സെൻസറി നെർവിനെയാണ് അഫറൻറ്റ് നെർവ് എന്ന് പറയുക, മോട്ടോർ നെർവിനെയാണ് ഇഫറൻറ്റ് നെർവ് എന്ന് പറയുക. അപ്പോൾ സെൻസറി നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ഇമ്പൾസുകളെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ക്യാരി ചെയ്യുന്ന നെർവുകളാണ് സെൻസറി നെർവുകൾ അല്ലെങ്കിൽ അഫറൻറ്റ് നെർവുകൾ. ഇനി ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നുള്ള എന്താ പറയുക റിപ്ലേസ്, അത് തിരിച്ച് നമ്മുടെ ബോഡി പാർട്സിലേക്ക് കൊണ്ടുപോകുന്നവരാണ് മോട്ടോർ നെർവ്സ് അല്ലെങ്കിൽ ഇഫറൻറ്റ് നെർവ്സ്. ഇനി സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണ്? നമ്മുടെ സെൻസ് ഓർഗൻസ് സ്കിന്ന്, ടങ്ക്, നോസ്, ഇയർ, ഐസ്. സ്കിൻ എന്താ ഫങ്ഷൻ എന്ന് പറയണത്? സ്കിന്നെന്ന് പറയണത് ടച്ച്, ടങ്ക് എന്ന് പറയുമ്പോൾ ടേസ്റ്റ്, ഐ എന്ന് പറയുമ്പോൾ സൈറ്റ്, ഇയർ എന്ന് പറയുമ്പോൾ 2 ഫങ്ഷൻ ഉണ്ട്, ഹിയറിങ്ങും ബോഡിയുടെ ബാലൻസിങ്ങും ഉണ്ട്. പിന്നെ നോസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്മെല്ലറിയാനുള്ളത്. ഇനി സ്കിന്നിൻ്റെ ഫങ്ഷൻസ്. ഒന്നാമത്തേന്ന് പറയുന്നത് സ്കിൻ എന്ത് ചെയ്യും? നമ്മളെ ബോഡീനെ മെക്കാനിക്കൽ ഇഞ്ചുറീസിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. നെക്സ്റ്റ് ടച്ച്, പെയിൻ, അങ്ങനെയുള്ള ടെമ്പറേച്ചറിൻ്റെയൊക്കെ ഒരു സെൻസറി പാർട്ടാണ്. ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യും. പിന്നെ എക്സസ് വാട്ടർ, സോൾട്ട്, അതൊക്കെ എന്ത് ചെയ്യും? അത് സ്കിന്നിന് ഒരു എക്സ്ക്രീറ്ററി ഫങ്ഷൻ കൂടെയുണ്ട്. വൈറ്റമിൻ ഡി സിന്തസൈസ് ചെയ്യുക, സൂര്യപ്രകാശം സിന്തസൈസ് ചെയ്യണത് സ്കിന്നാണ്. ഇതൊക്കെയാണ് നമുക്ക് സ്കിന്നിൻ്റെ ഫങ്ഷൻസ്. ഇനി കണ്ണിനുണ്ടാകുന്ന 2 അസുഖങ്ങളാണ്. ഒന്നാമത്തത് ലോങ് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ. അപ്പോൾ പേരെന്താണോ അതാണ് നടക്കുക. അതായത് ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുമ്പോൾ അകലെയുള്ളത് കാണാം, അടുത്തുള്ളത് കാണില്ല. അതാണ് ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയണത്. അപ്പോൾ അതിന് രണ്ടാമത്തേന്ന് പറയുന്നത് ഷോർട്ട് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ മയോപ്പിയ. ഷോർട്ട് സൈറ്റഡ്നെസ് അതായത് അടുത്തുള്ളത് കാണാം, അകലെയുള്ളത് കാണില്ല. അതായത് ഇമേജസ് റെറ്റിനയുടെ ഫ്രണ്ടിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് മയോപ്പിയ ഉണ്ടാവുന്നത്, റെറ്റിനയുടെ ബാക്കിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഹൈപ്പർ മെട്രോപ്പിയ ഉണ്ടാവുന്നത്. അപ്പോൾ 2 കൂടി ഒന്ന് നോക്കിയിരിക്കാം. ഇനി നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ചിട്ട് ഇതിൽ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ കാര്യമാണ്. തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നെക്ക് റീജിയനിലുള്ളതാണ്. തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ സെക്രീഷൻസ് ആണ് തൈറോക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണ്. തൈറോക്സിനുണ്ട്, കാൽസിറ്റോണിനുണ്ട്. തൈറോക്സിൻ എന്ന് പറയുന്നത് എന്താണ് ചെയ്യണത്? നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് തൈറോക്സിൻ. ഇനി ഈ തൈറോക്സിൻ ഉണ്ടാവണമെങ്കിൽ അയഡിൻ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമ്മുടെ ബോഡിയിൽ ആവശ്യമാണ്. അങ്ങനെ അയഡിൻ്റെ കുറവ് മൂലം തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് തന്നെ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഗ്ലാൻഡ് ഇങ്ങനെ വീർക്കും. ആ വീർക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഗോയിറ്റർ എന്ന് പറയുന്നത്. ഇവിടെ കഴുത്തൊക്കെ വീർത്ത് വരുന്ന അസുഖമല്ലേ ഗോയിറ്റർ എന്ന് പറയുന്നത്. അത് തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റി മൂലം ഉണ്ടാകുന്നൊരു അസുഖമാണ് ഗോയിറ്റർ. ഇനി തൈറോക്സിൻ്റെ അളവ് കുറയുമ്പോൾ എന്താണ്? അത് തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞെന്ന് സംഭവിക്കുക, നമ്മുടെ ബോഡി മെക്കാനിസത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസൊക്കെ കുറയും. അപ്പോൾ നമ്മൾ തടി വയ്ക്കാനും ഒക്കെ കാരണമാവും. അപ്പോൾ തൈറോക്സിനെ കുറിച്ച് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഇനി
ഈ തൈറോക്സിൻ്റെ അളവ് കുറയുന്ന സമയത്ത് നമ്മുടെ വളർച്ചയ്ക്കും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിന് ഹൈപ്പോ തൈറോയിഡിസം എന്നാണ് പറയുക. അത് കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ക്രെട്ടനിസം എന്നാണ് പറയുക, ക്രെട്ടനിസം. ഇത്രയും കൂടെ ഓർത്ത് വയ്ക്കുക. ചെറിയ ചാപ്റ്ററാണ്, കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. മെയിനായിട്ട് നമ്മുടെ ഇത് പഠിക്കാം, സെൻട്രൽ നെർവസ് സിസ്റ്റം, അതിൻ്റെ പാട്ടുകളൊക്കെ പഠിക്കുക. പിന്നെ ഇതും കൂടിയും ഇപ്പോൾ ഈ പറഞ്ഞ തൈറോയിഡിൻ്റെ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുള്ള അസുഖങ്ങളും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ചെറിയ ചാപ്റ്ററാണ്, നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കാം. താങ്ക് യു.